A2Zന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാട്ടും ഡാൻസും ചില പൊടിക്കൈകളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ A2Zലൂടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനാ തുടങ്ങുമല്ലേ? മഹത്തായ മാനവികതയുടെ സന്ദേശമോദി വീണ്ടും ഒരു പെരുന്നാൾ ദിനം കൂടി കടന്നുപോയി. അന്നത്തിൻ്റെ മഹത്വവും വിശപ്പെന്ന യാഥാർത്ഥ്യവും പൂർണ്ണതോതിൽ ഉൾക്കൊണ്ടുകൊണ്ട് വ്രതശുദ്ധിയുടെ 30 നാളുകൾക്ക് പൂർണ്ണതേകി വാനിൽ ചന്ദ്രപ്രഭ വിടർന്നു അല്ലേ? ലോക സൗഖ്യത്തിന് പ്രാർത്ഥനയുമായി പ്രിയ സഹോദരങ്ങൾ നോമ്പ് നോറ്റത് ഒരിക്കലും വിഫലമാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഓരോ പ്രാർത്ഥനയും ഓരോ പ്രതീക്ഷകളാണ്. ഭൂതകാലത്തെ സങ്കട നിമിഷങ്ങളെ എന്നേക്കുമായി മറക്കാനുള്ള, നല്ല ഓർമ്മകൾ താലോലിക്കാനുള്ള, വർത്തമാന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള, സുരക്ഷിതമായ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകൾ. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും സംഗമിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് A2Zന്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ദക്ഷിണേന്ത്യയുടെയും പശ്ചിമേഷ്യയുടെയും ധാർമ്മികതയും സംസ്കാരവും സമന്വയിപ്പിക്കുന്നതിനാൽ മാപ്പിളപ്പാട്ടുകൾക്ക് വ്യത്യസ്തമായൊരു സാംസ്കാരിക സ്വത്വമുണ്ട്. വടക്കൻ കേരളത്തിൻ്റെ മുതൽക്കൂട്ടുകളിൽ ഒന്നാണ് മാപ്പിളപ്പാട്ടുകൾ. ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ? നിഖില, അമീന എന്നീ 2 മൊഞ്ചത്തിക്കുട്ടികൾ ദാ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പാട്ട് ആസ്വദിക്കാം. അസ്സലാമലൈക്കും. ഞാൻ നിഖില, മൂത്തേടൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇനി 10th സ്റ്റാൻഡേർഡിലേക്ക്. അസ്സലാമലൈക്കും. ഞാൻ അമീന അൻവർ, ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഇനി 8th സ്റ്റാൻഡേർഡിലേക്ക്. തീ പോലെ പൊള്ളും പൊരിമണല് തളരാതെ ധീരനാമന്റെ ബിലാല്. തീ പോലെ പൊള്ളും പൊരിമണല് തളരാതെ ധീരനാമന്റെ ബിലാല്. വിറയാർന്ന ചുണ്ടിൽ അഹദഹദ് ഈമാനിൻ പൊൻപ്രഭയായി. തിരുദീനില് ഈമാനില് തിരുദീനില് ഈമാനില് ഇളകാത്തൊരു ഇഖ്ലാസിൻ കരുത്തായി. തീ പോലെ പൊള്ളും പൊരിമണല് തളരാതെ ധീരരാമന്റെ ബിലാല്. കാലാതീതമാകാൻ കലയ്ക്ക് കഴിയും. കാലം തെറ്റിയുള്ള കല കാലാന്തരങ്ങൾക്ക് ശേഷം അംഗീകരിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ആ കലയുടെ സൃഷ്ടികർത്താവിന് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാകണമെന്നില്ല. എന്നിട്ടും നിലനിൽക്കുന്നു എന്നതാണ് കലയുടെ ഏറ്റവും വലിയ വിജയം. കലാകാരന്മാർക്ക് പ്രചോദനവും. എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നാണോ? അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലോകമറിയേണ്ട ഒരു കലാകാരനെയാണ്. വിശപ്പാണ് ഭക്ഷണത്തിന് സ്വാദ് നൽകുന്നത്. പക്ഷേ സമൂഹത്തിലെ ഉന്നതന്മാരൊരുക്കുന്ന വമ്പൻ വിവാഹ സദ്യകളിലും പാർട്ടികളിലും പാഴാക്കപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങൾ പട്ടിണി പാവങ്ങളുടെ വയറുകളിലെത്താതെ മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയാണ്. വിശപ്പ് എന്ന ആശയത്തെ മുൻനിർത്തി ജെയിൻ ക്രിസ്റ്റഫർ എന്ന കലാകാരൻ ചെയ്ത ഒരു ഫോട്ടോ സ്റ്റോറി കണ്ടുവരാം. എൻ്റെ പേര് ജെയിൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ 25 വർഷമായി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിലാണ് ജോലി ചെയ്തു വരുന്നത്. ലോക വിശപ്പ് ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ഫോട്ടോ സ്റ്റോറി ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആഹാരം മോഷ്ടിച്ചു എന്നാരോപിച്ച് നാട്ടുകാർ തല്ലിക്കൊന്ന മധു എന്ന ആദിവാസി യുവാവിൻ്റെ സംഭവമാണ് എന്നെ ഈ ഫോട്ടോ സ്റ്റോറി ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇത് വളരെ കാലം മുമ്പേ കോഴിക്കോട് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. നിശ്ചല ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന ഒരു രീതിയാണ് ഇതിൽ ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഫോട്ടോ സ്റ്റോറി ആളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു വിത്ത് പാകുക എന്ന ലക്ഷ്യം മാത്രമാണ് ഞാൻ ഈ ഫോട്ടോ സ്റ്റോറിയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് കുമാർ, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. പിന്നെ ഇതിൽ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സഞ്ജു സജീവൻ. ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുധിക്കുട്ടി, അദ്ദേഹം അമ്പലപ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. കൂടാതെ സപ്പോർട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജോമറ്റ് ജോൺസൺ, അജിത് വിൽസ് ഡാനിയൽ, പ്രജീഷ് പങ്കജ്, ഉമേഷ് എന്നിവരാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കൊറോണ. മനുഷ്യൻ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഫോട്ടോ സ്റ്റോറി എല്ലാവരും കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.
ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. അങ്ങനെ വിശക്കുന്നവൻ്റെ വയററിഞ്ഞ് നൽകാൻ ഓരോ നല്ല മനസ്സിനും കഴിയട്ടെ. അതോടൊപ്പം ജെയിൻ ക്രിസ്റ്റഫർ ചേട്ടന് കരിയറിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൗമാരത്തിൻ്റെ മാറാത്ത ഭ്രമങ്ങളിൽ ഒന്നാണ് മെഹന്തി. മുസ്ലിം സമുദായത്തിൽ മൈലാഞ്ചി ഇടൽ ആചാരപരമായ ചടങ്ങാണ്. മലബാറിലെ മൈലാഞ്ചി കല്യാണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? കല്യാണം വന്നാലും പെരുന്നാൾ വന്നാലും മലബാറുകൾക്ക് മെഹന്തി മസ്റ്റാണ്. يا صاحي شمر دوما في العلو شانا يا حبي سعيك سوي للهنود بانا شامها وسائلا في الفلاح صانا شامها وسائلا في الفلاح صانا راجيا راعما في سلاه بينا إن حمية فيها هي الدوام فينا إن جنايا عيرا شاءت في أنهانا إن جنايا عيرا شاءت في أنهانا الله لي لا تهمينا الله منها تنجينا الله لي لا تهمينا الله منها تنجينا الله لي لا تحمينا الله منها تنجينا. അതിജീവനത്തിൻ്റെ ആഴങ്ങൾ താണ്ടിയ ജനത കോവിഡ്-19നെയും അതിജീവിക്കും. കാരണം മലയാളി എന്നത് കേവല പ്രയോഗം മാത്രമല്ല എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ച ജനതയാണ് നമ്മൾ. ഇനി അതിജീവനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു മ്യൂസിക് വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബിൻ ആര്യനാട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരളം കോവിഡ്-19 എങ്ങനെ അതിജീവിച്ചു, അതിന് കേരളത്തിലുള്ള ജനങ്ങൾ എങ്ങനെ പിന്തുണ നൽകി, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഉൾക്കൊണ്ടു എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾ ഒരു പാട്ടാക്കി കേരളത്തിലെ പോലീസിനും ഡോക്ടേഴ്സ്, നഴ്സിനും പിന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയ കേരളത്തിൻ്റെ അതിജീവനത്തെ കുറിച്ച് എഴുതിയ ഒരു ഗാനമാണ്. അതിവേഗമായി നാം നേരിടാം ഒരുമയായി വരികയായി ജനകോടികൾ പിടയുന്നൊരായി വേളയിൽ അടരാടിടാം ലോകമേ കരുതിടാം ഉയരുന്ന കൈകളിൽ കേരളത്തിൻ്റെ ജീവനിൽ പുതുനാമ്പുകൾ പുലരട്ടെ രാവതിൽ നന്മയുള്ളൊരതിജീവനം ഉയരുന്ന കൈകളിൽ കേരളത്തിൻ്റെ ജീവനിൽ പുതുനാമ്പുകൾ പുലരട്ടെ രാവതിൽ നന്മയുള്ളൊരതിജീവനം അണിചേർന്നിടാം ഈ നാടിനാ ഒരു മനമായി അതിലൊന്നായി ചേർന്നിടാം ഒരു മനമായി അതിലൊന്നായി ചേർന്നിടാം
അവരൊരു കരമൊന്നായി ചേർത്തിതാ അതിലൊരു പിടിയന്നം നൽകിടാ എരിയുന്ന വയറിനായി സാന്ത്വനം എരിയുന്ന വയറിനായി സാന്ത്വനം ഒപ്പമായി അവരൊരു കരമൊന്നായി ചേർത്തിതാ അതിലൊരു പിടിയന്നം നൽകിടാ എരിയുന്ന വയറിനായി സാന്ത്വനം എരിയുന്ന വയറിനായി സാന്ത്വനം ഈ വ്യാപനം ഇനി തടയുവാൻ സുസജ്ജമായി ഈ കേരളം ഈ വ്യാപനം ഇനി തടയുവാൻ സുസജ്ജമായി ഈ കേരളം അണിചേർന്നിടാ ഈ നാടിനാ അണിചേർന്നിടാ ഈ നാടിനാ ഒരു മനമായി അതിലൊന്നായി ചേർന്നിടാ ചേർന്നിടാ ഒരു മനമായി അതിലൊന്നായി ചേർന്നിടാ ചേർന്നിടാ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖിൽ വിജയ്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് സ്വദേശിയാണ്. ലോകമെമ്പാടും COVID-19 എന്ന മഹാരോഗത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി മുന്നിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ കേരള പോലീസ്, ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഇവർക്കെല്ലാം വേണ്ടി ഒരു ട്രിബ്യൂട്ട് സോങ് അതിജീവന ഗാനമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്തായ സുബിൻ ആര്യനാടിനോട് പറയുകയും അവൻ തന്നെ വരികൾ എഴുതി സംഗീതം നിർവഹിച്ച ഗാനമാണിത്. ഈ സോങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എല്ലാ ലോക്ക്ഡൗൺ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടാണ്. എന്നോടൊപ്പം ഈ സോങ് പാടിയിരിക്കുന്നത് സുരേഷ് കല്യാണി, സോനു തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങൾക്കെല്ലാം സഹായിച്ചത് സുജൻ ചാരുവാണ്, സിംഗറാണ്. ഇതിൻ്റെ ആദ്യാവസാനം വരെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ബാൻഡിലെ പ്രവർത്തകരാണ്. പിറവി ഫോക്ക് ബാൻഡ് കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. കോവിഡ് എന്ന മഹാരോഗത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ സോങ് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മൾ അതിജീവിക്കും, നഷ്ടപ്പെട്ടതെല്ലാം അവശേഷിക്കുന്നവർ തിരികെ പണിതുയർത്തും. ആവേശം പകരുന്ന ഈ മ്യൂസിക്കൽ ആൽബത്തിന്റെ സൃഷ്ടാക്കൾക്ക് അഭിനന്ദനം അറിയിച്ചേ മതിയാകൂ. ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ആകാം ഇനി. ഗുജറാത്തിലെ വാപ്പിയിൽ സ്ഥിര താമസക്കാരിയായ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാനിടയുള്ള ചിരട്ടകളും പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സും ചെടിച്ചട്ടികളും എല്ലാം കണ്ടെത്തി അതിൽ നിന്നുമെല്ലാം വെള്ളം നീക്കം ചെയ്ത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ചെയ്യുന്നത് കൊണ്ട് തന്നെ കൊറോണയിൽ നിന്ന് മാത്രമല്ല മഴക്കാല രോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അകലം പാലിക്കാൻ സാധിക്കും. റംസാൻ മാസമായതുകൊണ്ട് തന്നെ ഒരു അറബി പാട്ട് കൂടി ആയാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഷിഫ ബിൻത്ത് ഷാഫി, അമൽ കോളേജിലെ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ റിഫ ബിൻത്ത് ഷാഫി, പാലയാട് SCHSലെ +2 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ COVID-19 ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ് പെരുന്നാളൊക്കെ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു പാട്ട്. അല്ലാഹുവേ നിൻ കഅബാലയം, അവിടെ ഒന്നണയാൻ അതിമോഹം, അതിനാൽ എനിക്കില്ല യാതൊരു മാർഗവും, നീ തുണ നൽകിയാൽ സകലം സഫലം. അല്ലാഹുവേ നിൻ
സകലം സഫലം. അല്ലാഹുവേ നിൻ കഅബാലയം. ഓമന കുഞ്ഞിന് ദാഹജലം തേടി ഹാജറ ബീവിയെന്നോടിയ ഭുവനം. ഓമന കുഞ്ഞിന് ദാഹജലം തേടി ഹാജറ ബീവിയെന്നോടിയ ഭുവനം. എന്നാത്മാവിൽ ദാഹം തീർക്കാൻ, എന്നാത്മാവിൽ ദാഹം തീർക്കാൻ എന്നിനി ഞാൻ പരനെ അണയുന്നവിടം. അല്ലാഹുവേ നിൻ കഅബാലയം. അവിടെയൊന്നണയാൻ അതിമോഹം. അതിനാൽ അതെനിക്കില്ല യാതൊരു മാർഗവും. നീ തുണ നൽകിയാൽ സകലം സഫലം. അല്ലാഹുവേ നിൻ കഅബാലയം. ശബ്ദമാധുര്യത്തിലൂടെ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രേക്ഷക ഹൃദയങ്ങളെ എത്തിച്ച പ്രിയ സഹോദരിമാർക്ക് എന്നെന്നും ഐശ്വര്യം ഭവിക്കട്ടെ, ഒപ്പം ലോകത്തിനും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച A to Z വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബി സേഫ് അറ്റ് ഹോം. ദിസ് ഈസ് ദേവികാനിൽ സൈനിങ് ഓഫ്.